ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നിങ്ങൾ നോക്കാം. നിങ്ങൾ നെക്സ്റ്റ് ടൈം ചിക്കൻ ഫ്രൈ അതല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ്റെ റെസിപ്പി എല്ലാം ആക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ആക്കി നോക്കൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കേ നല്ല ജ്യൂസി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയും ഷെയർ ആക്കുകയും മറക്കണ്ട. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് പനി ചുമ അങ്ങനെയെല്ലാം ആയിട്ട് വീഡിയോ ആയിട്ടില്ല ಅಂತ. അപ്പോൾ ಇದಕ್ಕೆ ಬೇನಿಟ್ಟು ನಾನು 800 ಗ್ರಾಮ್ ಚಿಕನ್ എടുത്തേ. ಅದು ನಂಗೆ ಕಲ್ಗಿಟ್ಟು ಚಂದ ತಣ್ಣಿ ಎಲ್ಲ ಅರಿಚೆಡ್ತದೆ. ತಣ್ಣಿ ಇಲ್ಲ ಅಂತ ನಂಗೆ ಇದಕ್ಕೆ ಮಸಾಲೆ ಇಡೋಣ. ഇതിപ്പോൾ സാധാരണ കറിക്കെല്ലാം എടുക്കലില്ല. അങ്ങ് മുള്ളോട് കൂടിയുള്ള ചിക്കൻ അങ്ങനെ എടുത്തേ. ഇപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിൽ പിന്നെ ಇದಕ್ಕೆ ನಂಗೆ ಇದು ಮಸಾಲೆ ಆಯಿತು. ನಂಗೆ ಇದಕ್ಕೆ 1.5 ಟೇಬಲ್ ಸ್ಪೂನು ಇಂಜಿ ಬೆಳ್ಳುಳ್ಳಿ ಜಂಡುം കൂടി പേസ്റ്റ് ആക്കിയിട്ട് വലിയ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ ജണ്ടേക്കാൽ ടേബിൾ സ്പൂൺ അത്ര കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ചില മുളക് പൊടിയെല്ലാം ಖಾರ ಉಳ್ಳ ಟೈಪು കിട്ടണം നിങ്ങൾക്ക് അത് നോക്കിയുള്ളൂ. പിന്നെ ഇത് തില്ല് ಖಾರ വേണം ഈ ഒരു ചിക്കൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ വേണത്ര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജണ്ടേക്കാൽ ടേബിൾ സ്പൂൺ അത്ര ഇട്ട് കൊടുക്കുക. അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂണു മഞ്ഞളുടെ പൊടി, പിന്നെ തൈര് 1.5 ടേബിൾ സ്പൂണു വലിയ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ അത്ര തൈര് ഇട്ട് കൊടുത്തേ. പിന്നെ ഞങ്ങൾ ഇതിക്ക് ഒരു മുട്ട വേണം. അപ്പോൾ ഇതാ ഒരു മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കോൺഫ്ലോറും അതേപോലെ ഒരു 3.5-4 ടേബിൾ സ്പൂൺ അത്ര ഞങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ സ്പൂണിൽ അത് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുത്തെങ്കിൽ 3 to 4 ടേബിൾ സ്പൂൺ തോലെ ഞങ്ങൾ ഇടാം ഇത്ര ചിക്കൻക്ക്. അതേപോലെ ഇനിയിപ്പോൾ ഞങ്ങൾ സുർക്ക പുളിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സുർക്ക ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ബദലിൽ ലെമൺ ജ്യൂസ് വീട്ടിങ്ങത്ത് നോക്കിയിട്ട് പിന്നെ ഇത് നല്ല മിക്സ് ആക്കി ഇത് ഉപ്പിട്ടിട്ടില്ല ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ചന്ത ഇത് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇത് ഒരു ഗಂಟೆ ഇത് റെസ്റ്റിಗೆ ಬೇಯ್ക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ടൈമില്ല എനിക്കുണ്ടെങ്കിൽ മിനിമം ഒരു 1/2 ಗಂಟೆಗೂ ಬೇಯ್ക്കണം. ഒരു ಗಂಟೆ ಎಲ್ಲ ಬೇಯ್ಕಿರಂಗೆ ನಲ್ಲೆ ഇനിയിപ്പോൾ അതിനെ കാട്ടി 6 ടൈം ആയെങ്കിൽ നല്ലേ ഞങ്ങൾ ചിക്കൻಗೆಲ್ಲ നല്ല മസാല ಎಲ್ಲ പിടിക്കുക. അപ്പോൾ അത് കൊണ്ടിട്ട് നോക്കിയുള്ളൂ. ടൈമില്ല എനിക്കുണ്ടെങ്കിൽ ഒരു 1/2 ಗಂಟೆಗೂ ಬೇಯ್ക്കണം ഇത്. അപ്പോൾ ഇതുപോലെ നല്ലതാണ് മസാല എല്ലാം ഇതുപോലെ ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കും ഇങ്ങനെ. ഇനിയിപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് ഒരു ಗಂಟೆ ഇത് റെസ്റ്റിಗೆ ಬೇಯ್ക്കുക. ഒരു ಗಂಟೆ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ അപ്പോൾ ഇതാ ഒരു ಗಂಟೆ ആയിരൂടെ ഒരു ಗಂಟೆ കഴിഞ്ഞാൽ പിന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ നല്ല ഫ്രൈ ആക്കി എടുത്തെങ്കിൽ നല്ല ചൂടായ ഓയിൽ ഇട്ടിട്ട് അതിങ്ങനെ തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ തേങ്ങ എണ്ണയിൽ ഫ്രൈ ആക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലും ആവും. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ സാധാരണ ചിക്കനെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ അങ്ങനെ ഒരു സൈഡ് നല്ല കാഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനിടയ്ക്ക് ഞങ്ങൾ ഇതൊക്കെ സ്പൂണും അങ്ങനെ കയ്യിൽ അതെന്ത് ഇടണ്ട. ഒരു സൈഡ് നല്ല കായിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇത് അടിമേലാക്കിയിട്ട് നിങ്ങൾ സാധാ ചിക്കൻ ഫ്രൈ എല്ലാം ആക്കിയിട്ട് എടുക്കറല്ലേ അതുപോലെ നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഇതാ നല്ല ഫ്രൈ ആയിട്ട് ಬಂದ್ರೆ ഇത്രമയോ ഇതിപ്പോൾ എടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ അപ്പോൾ ചിക്കൻ എല്ലാം എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഒരു സോസ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിക്ക് ഞങ്ങൾ തെല്ല് ടൊമാറ്റോ സോസ് അതേപോലെ തെല്ല് സോയ സോസും അത് ഞങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് 1.5 ടേബിൾ സ്പൂൺ അത്ര സോയ സോസും ബീത്തിട്ട് നല്ല ഒന്ന് തെല്ല് തണ്ണിയും ബീത്തിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ സോസെല്ലാം തെല്ല് ಯಾರು ಕೂಡ ഡേങ്ങും വലിയ വിസയല്ല നോക്കിയാലോ നിങ്ങൾ ಬೇನೆ ಹತ್ರ ಇಟ್ಟು ಹೊಡ್ತಂಗೈತೆ ನಾವು ಅಂದಾಜು ಕೂಡ ಚೊಂದೆ ನಾನು ಇಪ್ಪ ತಣ್ಣಿ ಬಿತ್ತಿಟ್ಟಿದ್ದ നല്ല ചുമ തണ്ണി ಬಿತ್ತಂಡ തെല്ല് തണ്ണി ಬಿತ್ತಿಂಗಿತ್ತು തണ്ണി ಬಿತ್ತಿട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണിത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പാൻ വെച്ചിട്ട് അതിക്ക് ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയല്ലേ ചിക്കൻ ഫ്രൈ ആക്കി അതേ ഓയിൽ ബിത്തിങ്ങത്ത് തെല്ല് ഓയിൽ ಬೇನೆ എത്ര നോക്കിയിട്ട് ബിത്തിയുള്ളൂ. അപ്പോൾ ഇതാ ഇത്ര ഓയിൽ ബിത്തിര. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ ಬೆಳ್ಳುಳ್ಳಿ ಅದು പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ತಿಲ್ಲಿ ಯಾರು ಇಡುമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത്ര ಬೆಳ್ಳುಳ್ಳಿ എടുത്തിട്ട് വലിയ സ്പൂണിൽ 2 സ്പൂൺ ഉണ്ട് ഇത് കട്ടാക്കിയാൽ പിന്നെ. അപ്പോൾ ഇത് നല്ല ഒന്ന് കായിട്ടിത് നല്ല ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വേണ്ടല്ലേ. ആ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് അതേപോലെ ഒരു മീഡിയം സൈസിൽ നീരുള്ളി ഇട്ട് കൊടുക്കണം. അതും അങ്ങനെ പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം നീരുള്ളി. ഇതാ ഒരു മീഡിയം സൈസിൽ ഒരു നീരുള്ളി ഇതെല്ലാം നല്ല കായണം നല്ല ഫ്രൈ ആവണം നല്ല ചുവപ്പ് കളറായിട്ട് വേണ്ടല്ലേ ജണ്ടും കൂടി നല്ല ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ನೀರುಳ್ಳಿ ಬೆಳ್ಳುಳ್ಳಿ ಇದೆಲ್ಲ നല്ല ಕಾഞ്ഞിട്ട് ಬಂದರೆ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് തെല്ല് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 to 1 ടീസ്പൂൺ അത്രമയാവും കാശ്മീരി മുളക് പൊടി. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 4 to 5 ടീസ്പൂൺ തോല അത് ചെറിയ സ്പൂണിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൊടിച്ചിട്ട് ആക്കിയത്. ഇനിയിപ്പോൾ ഞങ്ങൾ പരത്തര കൊണ്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ಖಾರ നോക്കി നിങ്ങൾ ಬೇನೆ എത്ര ഇട്ട് കൊടുക്കണം. അതിനായിട്ട് തില്ല് ಯಾರು ഇട്ടെങ്കിൽ ಯಾರೋ ഇടാം. പിന്നെ ഈ ഒരു ചിക്കൻ തില്ല് സ്പൈസി ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് അവിടെ. അപ്പോൾ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ಬೇನೆ എത്ര ഇട്ട് കൊടുക്കണം. ഈ ഒരു ചില്ലി
ഫ്ലേക്സ് ഇടുമ്പോൾ ഞങ്ങൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. അതല്ലെങ്കിൽ ഓഫാക്കി വെക്കണമെങ്കിൽ ഓഫാക്കുക, ഇല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകണം. അപ്പോൾ ಅದಕ್ಕೆ മെയിനായിട്ട് ഞാനിവിടെ ഓഫാക്കിയാൽ അതിൽ പിന്നെ ഞങ്ങൾ അത് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്ന് അടിമേലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലേ അതും ബീത്തി കൊടുത്തേ. ഈ സോസ് ബീത്തിൽ പിന്നെ തെല്ലിനേരം ಚಂದ നല്ല ಮಿಕ್ಸ್ ಆಕಿ ಇಟ್ಕೊಂಡು ತೆಲ್ನಾರ നല്ല ಮಿಕ್ಸ್ ಹಾಕೋನು ಅದ್ರಲ್ಲಿ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ಚಿಕನ್ ಇಟ್ಟು ಕೊಡ್ತೇಂಗೈತೆ. അപ്പോൾ ഇത് ഇത്ര മതിയാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചല്ലേ അതും ഇട്ടിട്ട് നല്ല ഇതിൽ അടിമേലാക്കി എടുക്കണം, ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിലൊട്ടിക്ക് ഞങ്ങൾ തെല്ല് കൊത്തമ്പരി സೊಪ್ಪೆಲ್ಲ ഇട്ട് കൊടുക്കുക. കൊത്തമ്പരി സೊಪ್ಪೆಲ್ಲ തെല്ല് ಯಾರು ಇಡ್ರಿಂಗೂ ನಲ್ಲಮೇ അതായത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ചന്ത ഒന്ന് അടിമേലാക്കി എടുക്കണം, നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത്. അപ്പോൾ ഈ ടൈമിൽ സ്റ്റവ് ഓഫിലല്ലോ അല്ലേ, സ്റ്റവ് ഓണിലേ ഉണ്ടോ ചന്ത ഇതുപോലെ അടിമേലാക്കിയിട്ട് എടുക്കറോ. അപ്പോൾ ഇതുപോലെ നല്ല അടിമേലാക്കി എടുത്തിട്ട് ചന്ത മിക്സ് ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത്ര മതിയാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ഓഫാക്കാം. ഇത് ആയിത്തൂടെ ചിക്കൻ ആയിത്തൂടെ. അപ്പോൾ ഈ ഒരു ചിക്കൻ നിങ്ങൾ ആക്കിയതും നോക്കിയാറല്ലേ ഇത് ആക്കുക എന്ത് ചുമ സ്വരയില്ല, ഈസി ആയിട്ട് ആക്കി എടുക്കുമ്പോഴത്തെ ഒരു റെസിപ്പി ആയിട്ടിക്കറ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചെന്നെങ്കിൽ ഈ ചിക്കൻ നിങ്ങൾ നോക്കുമ്പോൾ കന്തവും കാണുമ്പോൾ കന്തവും അത്ര ടേസ്റ്റ് ആയിട്ടിക്കറ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിക്കറ്, സൂപ്പർ ടേസ്റ്റ് ആവും. ഞങ്ങൾ സോസെല്ലാം ഇട്ടിട്ട് ആക്കറില്ലേ ആ ഒരു സോസിലെ സ്വീറ്റും പിന്നെ തെല്ല് സ്പൈസി ആയിട്ട് ഓവർ സ്പൈസിയും അല്ല, നല്ല കറക്റ്റായിട്ടുള്ള ഒരു കാറായിട്ടിക്കറ്, നല്ല ടേസ്റ്റി ആയിട്ടിക്കറ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കന്തവും അത്ര ടേസ്റ്റ് ആയിട്ടിക്കറ്, ചൂടോടെ തിന്നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും 100% എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾ ഇത് നല്ല നെയ്ച്ചോറും അതേപോലെ ചപ്പാത്തി പൊറോട്ട ഇതൊട്ടിക്കെല്ലാം സൈഡായിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് തിന്നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കണേ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ, അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.